നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നൊരു യാത്രാ വ്ളോഗാണ്. യാത്രാ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഫാമിലി എല്ലാം കൂടി ഒരു ചെറിയ ഔട്ടിങ്ങിന് പോവാണ്. ഒരു വൺ ഡേ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ കൊച്ചി പോയി തൃപ്പൂണിത്തുറ ഹിൽ പാലസ്, അതുപോലെ ഫോർട്ട് കൊച്ചി ഒക്കെ ഒന്ന് കറങ്ങി നമ്മുടെ അമ്മമാരും നമ്മുടെ കസിൻസും ഏട്ടന്മാരും എല്ലാവരും കൂടി ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ട്, ഞങ്ങളുടെ അയൽ വീടുകൾ എല്ലാം കൂടി. അപ്പോൾ ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു യാത്ര, അതാണ് അതിൻ്റെ ചെറിയ വിശേഷങ്ങളും അതിൻ്റെ വീഡിയോസാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഹിൽ പാലസിൽ എത്തിയിരിക്കുകയാണ്. പുരാവസ്തു മ്യൂസിയമൊക്കെ ഉള്ള നമ്മുടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. അവിടെയാണ് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞങ്ങളൊരു 40 ആളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിലൊരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. ടിക്കറ്റ് നിരക്ക് ഇച്ചിരി കൂടുതലാണ്, ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരു മരം ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. നല്ല അതിമനോഹരമായ പൂവൊക്കെ ഉള്ളൊരു മരം. ഇത് അന്വേഷിച്ചപ്പോൾ നാഗലിംഗപ്പൂവ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനെന്താ പറയാന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. കുറേ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പോയാൽ അവിടെ നമുക്ക് ക്യാമറ വീഡിയോ അലൗഡ് അല്ല. നമുക്കതിൻ്റെ പുറംഭാഗം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം പുരാവസ്തുവും പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഉള്ളിൽ അത് പ്രൊഹിബിറ്റഡ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ലാലേട്ടൻ്റെ സിനിമയായ മണിച്ചിത്രത്താഴമൊക്കെ ഷൂട്ടിങ് ചെയ്ത് ഇവിടെ കേട്ടോ. ഞങ്ങൾ പോയതൊരു ഞായറാഴ്ച കൊണ്ട് തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തുനിന്ന് കയറട്ടെ. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അകത്തെ വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വിവരങ്ങൾ പറയാം. പിന്നൊരു ബോട്ട് യാത്രയാവാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഒരു ബോട്ട് വാടകയ്ക്ക് എടുത്ത് അതിൽ ഞങ്ങളുടെ ഫാമിലി മാത്രം കയറി. ഏകദേശം ഒരു 3500 രൂപ അവർ പറഞ്ഞു ഒരു മണിക്കൂറിന് ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഇതൊരു രസമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി മാത്രം ഒരു ബോട്ടിലിങ്ങനെ കടലിലെ കാറ്റും കൊണ്ട് പോകുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, ഇതിൻ്റെ ആൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
ഓരോ സ്ഥലങ്ങളെ കുറിച്ചിട്ടും ഇതെന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. കാണുന്ന ഭാഗമാണ് വില്യംബം ഐലൻഡിന്റെ കിഴക്കുവശം. അതായത് സദൻ ലെവൽ കമാൻഡ് ഓഫീസാണ്. അവിടെ നിരവധി ഇന്ത്യൻ നേവിയുടെ കപ്പലുകൾ കിടപ്പുണ്ട്. ഒരു നേവി കപ്പലിന്റെ മുകളിൽ ഒരു ഫുട്ബോൾ പോലെ കാണുന്നത് ആക്കർഷിപ്പാണ്. ആക്കർഷിപ്പ് കണ്ടോ? ആക്കർഷിപ്പ് ഉണ്ട്. മൈൻ ആക്കർഷിപ്പാണ് കിടക്കുന്നത്. ബോട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഒരു പാലം കാണാം. ആ പാലം റോഡുകളിലൊക്കെ വന്നെടുത്ത് വന്നെടുത്തിട്ട് ഇവിടുന്ന് പമ്പ് ചെയ്യുന്ന സ്ഥലമാണ് റോഡുകളിൽ. ഇവിടുന്ന് ഒരു 40-42 കിലോമീറ്ററോളം റീഫൈനറിലേക്ക് പമ്പ് ചെയ്താണ് വിടുന്നത്. മദർഷിപ്പെല്ലാം പുറംകടലിൽ വന്ന് 25 കിലോമീറ്റർ പുറംകടലിലാണ് കിടക്കുന്നത്. അവിടെ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ കൊത്തിവച്ചിട്ടുള്ള സ്ഥലമാണ് കുടിയാണ്. അതായത് നമ്മുടെ ബോട്ടിന്റെ റൈറ്റ് സൈഡിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ബോട്ട് കുട്ടി ഉണ്ടാവുക. അക്രോമത്തോടെ ബോട്ട് ചെയ്താണ് ഇപ്പോഴത്തെ ബോട്ട് കുട്ടി എന്ന് പറയുന്നത്. അക്രോമത്തോടെ ബോട്ട് കുട്ടിയാണ് കാണുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഒരു വള്ളം കരക്ക് കയറിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു. എല്ലാവരും ഇരിക്കുമ്പോൾ ബോട്ടിങ്ങിന് ബോട്ടുണ്ടായിരുന്നു. ഓ നമ്മുടെ ബോട്ടിന്റെ റൈറ്റ് സൈഡിൽ കൂടി നോക്കിക്കാണെങ്കിൽ ഒരു വലിയ ബിൽഡിംഗ്. നിങ്ങളെല്ലാവരും ലുലു മാൾ എന്ന് കേട്ടിട്ടുണ്ടോ? ലുലു മാൾ ബോട്ടുണ്ടോ? ലുലു മാളിലെ കൊച്ചിയിലെ തെക്കൻ പ്രോപ്പർട്ടിയാണ് ഗ്രാൻഡ് ഹയാത്ത്. 5 സ്റ്റാർ ഹോട്ടലാണത്. ആ കാണുന്നത് കണ്ടോ? ഒരു വലിയ കണ്ടെയ്നറുമായി വന്ന ഒരു കപ്പലാണ്. മദർഷിപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ഏകദേശം 1500-2000 കണ്ടെയ്നറുകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ കണ്ടെയ്നറുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ് വല്ലാർപാടം. അപ്പോൾ അതിൻ്റെ ഒന്ന് കാണാനുള്ളൊരു ടൈം നമുക്ക് കിട്ടി ഈ ബോട്ടിൽ പോയിട്ട്. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മളത്ര അടുത്തുനിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒരു കാഴ്ചയായിരുന്നു. എല്ലാ സമയത്തും ചിലപ്പോൾ അങ്ങനെ വന്ന് കടന്നോളണമെന്നൊന്നുമില്ല. നമുക്കെന്തോ നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു കപ്പൽ കാണാൻ പറ്റി.
ടൂവീലർ മുതൽ വലിയ ബസ്സുകളിലേക്ക് ഫോർട്ടുകൊച്ചിയിലേക്ക് അവിടെ നിന്ന് ബൈക്കിലേക്ക് സർവീസ് നടത്തുന്ന പാസഞ്ചർ സർവീസാണ് സർവീസ്. നമ്മളിപ്പോൾ തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ പഞ്ചാബുമാണ്, അതായത് തുറമുഖമാണ്. കടലിൽ തന്നെയാണ് പെരിയാറിൻ്റെയും പെരപ്പഴത്തിൻ്റെയും കൈവരിയിൽ കൂടി ഒഴുകുന്ന ജലം ഇതിനെ കൂടിയാണ് കടലിലേക്ക് സ്വീകരിക്കുന്നത്. നമ്മുടെ ബോട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ കടലിലേക്ക് കയറി വരുന്നുണ്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ട്രക്കിംഗ് കോർപ്പറേഷന്റെ 4 കപ്പലുകൾ ഇവിടെ കിടന്ന് മണ്ണ് ട്രക്ക് ചെയ്ത് പുറംകടലിൽ കൊണ്ട് കളയുന്നതിന്റെ ഭാഗമായിട്ടുള്ള 3ാമത്തെ കപ്പലാണ് ഈ പോകുന്നത്. അഴീക്കോടിന്റെ തുറമുഖത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയത് അവിടെ ആഴം കുറവായതുകൊണ്ടാണ്. അതുപോലെ തന്നെ കൊച്ചിയൊരു തുറമുഖമായി ഉയർന്നു ആളുകൾക്ക് വണ്ടികളൊക്കെ അക്കരയ്ക്കും ഇക്കരയ്ക്കും കടത്താൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കാണുന്നത്. അത് നമ്മുടെ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ബോട്ടിന്റെ റൈറ്റ് സൈഡിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചെറിയ യാത്രാ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കാരണം അധികം സ്ഥലങ്ങളൊന്നുമില്ല. നമുക്ക് ഇന്ന് രാവിലെ വന്ന് വൈകുന്നേരം ഇങ്ങോട്ട് തിരിച്ചെത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ അധികം സ്ഥലങ്ങളിലൊന്നും പോയില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.